സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഈ ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻസാണ്. അതിലൊന്ന് ഏതാണ് നമ്മൾ പഠിച്ചത്? ഒരു ലൈൻ ചാർജിൻ്റെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ഒരു സ്പെറിക്കൽ ഷെൽ. ആ സ്പെറിക്കൽ ഷെല്ലിൽ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ, തിൻ സ്പെറിക്കൽ ഷെൽ. ഇത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു ഈ ഔട്ട്സൈഡ് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തത് യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ will behave as a point charge placed at its center O. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതിനുള്ള ഇക്വേഷനും നമ്മളെടുത്തു. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് തേർഡ് പോയിന്റ് ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദ ഷെൽ. പോയിന്റ് ഇൻസൈഡ് ദ ഷെൽ. അപ്പം നമ്മൾ ഇനി ഇവിടെ ഒരു പോയിന്റ് എടുക്കണം. ദിസ് ഈസ് ഇൻസൈഡ് ദ ഷെൽ. അവിടുത്തെ ഒരു പോയിന്റ് എടുക്കണം. ലെറ്റ് ആർ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ ഷെൽ ആൻഡ് ദ പോയിന്റ് പി. ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഈസ് ക്യാപിറ്റൽ ആർ. അപ്പോൾ ഹിയർ ആർ ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. പുറത്തെ പോയിന്റ് ആണെങ്കിൽ ഇതായിരിക്കും ആറ്. ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇതായിരിക്കും ആറ്. സോ ആർ വിൽ ബി ഗ്രേറ്റർ ദാൻ ആർ. ഇവിടെ ആർ ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിന് എടുക്കുക. അപ്പോൾ എന്താണ് ഗോസ് ലോ ഉപയോഗിച്ചാണ് നമ്മളത് കണ്ടുപിടിക്കണം. ഗോസ് ലോ എന്താ പറയുന്നത്? ഒരു ഗോസിയൻ സർഫസ് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. അപ്പോൾ ഈ പോയിന്റ് പി കൂടി ഉൾപ്പെടുന്ന രീതിയിൽ ആർ അത്രയും തന്നെ റേഡിയസ് ഉള്ള ഒരു ക്ലോസ്ഡ് സ്പെറിക്കൽ സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്യണം. അതാണ് ആ ചുവന്ന ഇതിട്ട് ഞാൻ കാണിച്ചേക്കുന്നത്, ക്ലോസ്ഡ് സ്പെറിക്കൽ സർഫസ്. അതല്ലാതെ അപ്പോൾ ആ ക്ലോസ്ഡ് സർഫസിൻ്റെ അതിനകത്തുള്ള ഫ്ലക്സ് എത്രയായിരിക്കും? ഫൈ വിൽ ബി ഈക്വൽ ടു ഗോസ് ലോ അനുസരിച്ച് ഫൈ വിൽ ബി ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0, വേർ ക്യൂ ഇസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ സർഫസ് ഇൻസൈഡ് ദ ഗോസിയൻ സർഫസ്. ഇതിൻ്റെ ഇൻസൈഡിൽ ഈ ചാർജ് എല്ലാം ഇതിൻ്റെ പുറത്താണ്. ആ സ്പിയറിൻ്റെ പുറത്താണ്, അതിൻ്റെ സർഫസിലാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. കാരണം അതൊരു ഷെല്ലാണ്. അപ്പം നമ്മളെടുത്തേക്കുന്ന ഗോസിയൻ സർഫസ് ഏതാണ്? സ്പിയർ. അത് അതിൻ്റെ ഉള്ളിലാണ്. സോ ഇതിനകത്ത് എത്ര ചാർജ് ഉണ്ട്? ക്യൂ എത്രയായിരിക്കും ഇതിനകത്തെ? ഇത്രയും ഈ ഷെല്ലിനകത്തെ ആ ഇമാജിനറി സ്പിയറിനകത്തെ ചാർജ് എത്രയായിരിക്കും? ക്യൂ വിൽ ബി 0. കാരണം ഒരു ചാർജും ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചാർജല്ല, ഇതിന് വെളിയിലാണ് കിടക്കുന്നത്, അതിൻ്റെ സർഫസിലാണ്. നമ്മൾ നമ്മുടെ ആക്ച്വൽ ചാർജ്ഡ് സ്പിയറിൻ്റെ സർഫസിലാണ് ചാർജ് കിടക്കുന്നത്. സോ നമ്മളുടെ ഗോസിയൻ സർഫസ്, നമ്മൾ ഇമാജിൻ ചെയ്ത ഗോസിയൻ സ്പെറിക്കൽ സർഫസിനകത്ത് ചാർജ് 0. സോ ഫൈ വിൽ ബി ഈക്വൽ ടു 0. ദെൻ നമ്മൾക്ക് എന്താണ് വേറെ ബൈ ഡെഫിനിഷൻ what is phi? Phi is equal to surface integral E dot ds. That is equal to E into E യൂണിഫോം ആണെന്ന് വിചാരിക്കുക. E will be E into surface integral ds. That is equal to E into ഇതിനകത്ത് കൂടിയുള്ള ഫൈയുടെ കാര്യമാണ് നമ്മൾ ഡെഫിനിഷനിൽ. ഈ ഗോസിയൻ സർഫസിനകത്ത് കൂടിയുള്ള ഫൈ അപ്പോൾ എത്രയായിരിക്കും? E into സർഫസ് ഇൻറ്റഗ്രൽ ds. ds എന്ന് പറയുന്നത് ഏതാണ്? ഇതിൻ്റെ സർഫസ് ഏരിയ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4πr². അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4πr². ബൈ ഗോസ് ലോ എന്താണ്? ബൈ ഗോസ് ലോ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0, ബട്ട് ക്യൂ ഈസ് ഈക്വൽ ടു 0. സോ ഫൈ ഈസ് ഈക്വൽ ടു 0. Therefore, what will happen? E into 4πr² is equal to 0 എന്ന് വരും. ബൈ ഡെഫിനേഷൻ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. അതായത് ഇ ഇൻറ്റു സർഫസ് ഇൻറ്റഗ്രൽ ഡി എസ്. സർഫസ് ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തം ഏരിയ, ദറ്റ് ഈസ് 4πr². ഈ ഇമാജിനറി സ്പിയറിൻ്റെ ഗോസിയൻ സർഫസിൻ്റെ. അപ്പോൾ ഇ ഇൻറ്റു 4πr². ഗോസ് ലോ അനുസരിച്ച് ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0, ബട്ട് ക്യൂ ഈസ് ഈക്വൽ ടു 0.
So E into 4 pi r square is equal to 0. 4 pi r square is not equal to 0. So what will be the result? E is equal to 0. That is a very important result. ഒരു ചാർജ്ഡ് സ്പിയറിൽ ഹോളോ സ്പിയറിൽ ചാർജ്ഡ് ഷെല്ലിൽ ആ ചാർജ്ഡ് ഷെല്ലിൽ അതിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അതായത് ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ സപ്പോസ് ദിസ് ഈസ് എ ഷെൽ. ഇതിനകത്ത് നിങ്ങൾ ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ കുറേ ഇലക്ട്രോൺസ് എടുത്ത് മാറ്റി ഒരച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചാർജ് ചെയ്തു. പക്ഷേ ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ പറഞ്ഞു തരാം അത് എന്തുകൊണ്ട് അങ്ങനെ ആകുന്നത്. സപ്പോസ് ഇവിടെ ഒരു ചാർജ് നിങ്ങളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചെന്നിരിക്കട്ടെ, 1 കുളമ്പ് ചാർജ്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണല്ലോ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ നിന്ന് ഇവിടെയൊക്കെ ഓരോ ചാർജുകളുണ്ട്. ഇതെല്ലാം ഇതിനെ ഇങ്ങോട്ട് തള്ളും. ഇവിടുത്തെ ചാർജ് ഇങ്ങോട്ട് തള്ളും. അതായത് ഈ ചാർജ് ഇതിനെ ഇങ്ങോട്ട് തള്ളും, ഈ ചാർജ് ഇതിനെ ഇങ്ങോട്ട് തള്ളും, ഈ ചാർജ് ഇതിനെ ഇങ്ങോട്ട് തള്ളും, ഈ ചാർജ് ഇതിനെ ഇങ്ങോട്ട് തള്ളും. അങ്ങനെ ഇവിടെയുള്ള ചാർജ് ഇങ്ങോട്ട് തള്ളും. ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലേക്കും ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ തള്ളും. അത് നെറ്റ് റിസൾട്ടൻ്റ് വിൽ ബി 0. അതായത് നിങ്ങൾ ഒരു ഷെല്ലിനകത്ത് കൊണ്ടുവന്ന് ഇവിടെ ഒരു ചാർജ് വെച്ചാൽ ചാർജ് വെച്ചെടുത്ത് തന്നെ ഇരുന്നോളും. ഒരു ഫോഴ്സും അതിന് എക്സ്പീരിയൻസ് ചെയ്യില്ല. അതിന് ഡീറ്റെയിൽഡായിട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങളപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇതിന് അടുത്തൊരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഈ R എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസാണ് ഈ ചാർജിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെയുള്ള ചാർജിനെ ഇവിടെയുള്ളൊരു ചാർജിനെ സംബന്ധിച്ച് ദിസ് ഈസ് R. അപ്പോൾ ആ ഫോഴ്സിന് വ്യത്യാസം വരും. പക്ഷേ ഇതെല്ലാം തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അതിനകത്ത് അതുകൊണ്ടാണ് ഈ ഷെല്ലിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നത്. അത് നമ്മൾ ഗോസ് ലോ ഉപയോഗിച്ച് പ്രൂവ് ചെയ്തതാണ് കണ്ടത്. സോ ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതൊന്ന് എഴുതിക്കോളൂ. ഇൻസൈഡ് പോയിൻറ്റ്സ് ഇൻസൈഡ് ദ ഷെൽ. ഇനി നമ്മൾ അടുത്ത ഗോസ് ലോയുടെ ഒരു പ്രയോജനത്തിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ഇൻഫിനിറ്റ് സൈസ്. ഇൻഫിനിറ്റ് സൈസുള്ള വലിയൊരു പ്ലെയിൻ ഷീറ്റ്, തിൻ പ്ലെയിൻ ഷീറ്റ് വിച്ച് ഈസ് യൂണിഫോംലി ചാർജ്ഡ്. ഇത് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റാണ്. അപ്പോൾ ആ ഒരു ഷീറ്റാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ ചാർജ് ഷീറ്റ്. ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ ഇൻഫിനിറ്റിയാണ്. അതായത് തിൻ ഷീറ്റ്, വളരെ വലിയ ഒരു തിൻ ഷീറ്റ് വിച്ച് ഈസ് യൂണിഫോംലി ചാർജ്ഡ്. അപ്പോൾ ഇതിൻ്റെ ലെറ്റ് കൺസിഡർ an infinite charged thin sheet of, ഞാൻ എൻ്റെ ഒപ്പം തന്നെ എഴുതി പോയിക്കോളൂ നോട്ട്. കൺസിഡർ an infinite charged infinite thin sheet charged infinite thin sheet of charge density സിഗ്മ. ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. എന്ന് വെച്ചാൽ 1 മീറ്റർ സ്ക്വയറിലുള്ള ചാർജ് എന്ന് പറയുന്നത് സിഗ്മയാണെന്ന് വിചാരിക്കുക. ടോട്ടൽ ചാർജ് ഇൻ യൂണിറ്റ് ഏരിയ, ദറ്റ് ഈസ് സിഗ്മ. ഒന്ന്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻ്റ് പി. ഇതാണ് പോയിൻ്റ് പി. ഇനി നമുക്ക് കാണേണ്ടത് ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ഷീറ്റ്. ഇപ്പം ഇതാണ് ഷീറ്റ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ഷീറ്റിൽ നിന്ന് R ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R. R ഡിസ്റ്റൻസ് മാറി ഒരു പോയിൻ്റ് എടുക്കുക. ആ പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണ് ഈ ചാർജ്ഡ് ഷീറ്റ് കൊണ്ട്, യൂണിഫോംലി ചാർജ് ഷീറ്റ് കൊണ്ടെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ അതിന് നമ്മൾ ഗോസ് ലോയുടെ സഹായം തേടുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് വി ഇമാജിനെ ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് R ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 2R ഡിസ്റ്റൻസ് ഉള്ള ഒരു സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് ഇതിനകത്ത് കൂടി തുളച്ചു പോകുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യും. ദാറ്റ് ഈസ്, ഇതാണ് ചാർജ് ഷീറ്റെങ്കിൽ ആ ചാർജ് ഷീറ്റിനകത്ത് കൂടി ഇതാണ് പോയിൻ്റ് പി. ഈ ഡിസ്റ്റൻസാണ് R.
അപ്പോൾ 2r ലെങ്ത് ഉള്ള ഒരു ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു സിലിണ്ടറിക്കൽ സർഫസ് ഇമാജിൻ ചെയ്യും. ക്ലോസ്ഡ് സിലിണ്ടറിക് സർഫസ്. ഇത് രണ്ടറ്റത്തും എൻഡ് ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, അടച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സിലിണ്ടറിക്കൽ സർഫസ് ഇമാജിൻ ചെയ്തു. Now let P be a point at a distance r from the plate. അപ്പോൾ we have to find out the electric field intensity at P. അപ്പോൾ to find the electric field intensity, എൻ്റെ ഒപ്പം തന്നെ എഴുതിയെടുത്തോണ്ട് പോയിക്കോളൂ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി, ഇമാജിൻ എ സിലിണ്ടറിക്കൽ Gaussian surface of length 2r and area of cross section A. അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. എന്ന് വെച്ചാൽ ഈ ഏരിയ എ ആണെന്ന് അർത്ഥം. അങ്ങനെ ഒരു സിലിണ്ടറിക്കൽ സർഫസ് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ഈ പടം വരച്ചെടുക്കുക. ഓക്കെ. നൗ ഇനി ഞാനൊന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോട്ട് എഴുതാം. ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ സിലിണ്ടറിക്കൽ സർഫസ് നിങ്ങൾ ഇമാജിൻ ചെയ്താൽ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങോട്ടായിരിക്കും? എപ്പോഴും അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എല്ലാ പോസിറ്റീവ് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ നേരെ പോരുന്നുണ്ടാവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ദാറ്റ് വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഷീറ്റ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും പോവുക. അപ്പോൾ ഈ ഷീറ്റിൽ ഈ സിലിണ്ടറിക്കൽ സർഫസിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതാണ് സിലിണ്ടറിക്കൽ സർഫസ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഏതിലൂടെ കടന്നു പോവുള്ളൂ? ഈ ഏരിയയിലൂടെ മാത്രമേ കടന്നു പോവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാര്യമോ? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും. അപ്പോൾ ഈ ഏരിയയിലൂടെ മാത്രമേ കടന്നു പോവുള്ളൂ. അല്ലാതെ ഈ സിലിണ്ടറിക്കൽ സർഫസിനകത്തു കൂടി ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കടന്നു പോവില്ല. അപ്പോൾ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഓൾവേസ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഫ്ലക്സ് ഒന്ന് കണ്ടുപിടിക്കാം. ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച് അപ്പോൾ നമ്മൾ നോട്ട് ഇങ്ങനെ എഴുതണം. ഹിയർ the electric field due to the sheet, the charged sheet will be in a direction perpendicular to the sheet. In other words, only the electric field lines will pass only through the ends of the cylindrical Gaussian surface. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ ഏരിയയിലൂടെ രണ്ട് എൻഡിലെ ആ എൻഡിലൂടെ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോവുകയുള്ളൂ. and no electric field lines will
pass through the cylindrical surface. ഈ സിലിണ്ടറിക്കൽ സർഫസിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കടന്നു പോവില്ല. ഇങ്ങനെ വരണോ ഇങ്ങനെ വരണോ ഒന്നും കടന്നു പോവില്ല. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, അപ്പോൾ ഇതൊന്നും എഴുതിയത് നമ്മൾ ബൈ ഡെഫിനിഷൻ എന്താണ്? ബൈ ഡെഫിനിഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തൂടെയുള്ള ഈ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് നമുക്ക് ഈ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബൈ ഡെഫിനിഷൻ വാട്ട് ഈസ് എ ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ബൈ ഡെഫിനിഷൻ ഇലക്ട്രിക് flux through the Gaussian surface. Phi is equal to ഏതിലൂടെയൊക്കെ കടന്നു പോകും? ആകെപ്പാടെ ഇലക്ട്രിക് ഫ്ലക്സ് കടന്നു പോകുന്ന ഈ ഏരിയയിലൂടെ കടന്നു പോകും അല്ലേ? അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഏരിയയിലൂടെയും കടന്നു പോകും. അപ്പോൾ ഇത് ഏരിയ 1ഉം ഇത് ഏരിയ 2ഉം, രണ്ടിൻ്റെ ഏരിയ ഒന്ന് തന്നെ. ഇത് ഏരിയ 1, ഏരിയ 2. ഇനി ഈ ഏരിയയുടെ പ്രത്യേകത എന്താണ്? ഈ ഏരിയയുടെ പ്രത്യേകത, ദിസ് ഈസ് ദ ഏരിയ. ആ ഏരിയയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇപ്പോൾ ഇതാണ് ആ ഏരിയ. ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഔട്ട് സൈഡ്, പെർപെൻഡിക്കുലർ ടു ഇറ്റ്, ഇങ്ങോട്ടായിരിക്കും. ഈ ഏരിയയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ആ രണ്ട് ഏരിയയുടെയും ഡയറക്ഷനാണ് ഞാൻ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനാണ് ഇത്. നൗ ഇതിനകത്തുകൂടി മാത്രമേ കടന്നു പോകുന്നുള്ളൂ. അപ്പോൾ വാട്ട് വിൽ ബി ഫൈ ബൈ ഡെഫിനിഷൻ ദാറ്റ് ഈസ് ഇൻ ഫ്ലക്സ് ത്രൂ ഏരിയ 1. പിന്നെന്തായിരിക്കും? ടോട്ടൽ ഫ്ലക്സ് പറ്റുമ്പോൾ പിന്നെ ഈ ഫ്ലക്സും കൂടി നമ്മൾ കൂട്ടണം. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ഗോസിയൻ സർഫസ് ഈസ് ഫ്ലക്സ് ത്രൂ ഏരിയ 1 പ്ലസ് ഫ്ലക്സ് ത്രൂ ഏരിയ 2. ഈ രണ്ടാമത്തെ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് കൂട്ടണം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫൈ വിൽ ബി ഈക്വൽ ടു ഹൗ മച്ച്? സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അതാണ് നമുക്ക് ഡെഫിനേഷനായിട്ട് ഉള്ളത്. ഇ ഡോട്ട് ഡി എസ് പ്ലസ് ഓഫ് ഏരിയ 1, ഇത് ഏരിയ 1ൻ്റെയാണ്, പ്ലസ് സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഓഫ് ഏരിയ 2, ഇത് ഏരിയ 2ൻ്റെ. So that will be equal to surface integral E ds cos theta plus surface integral E ds cos theta. ഇവിടെ രണ്ടിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ തന്നെയാണ്. കാര്യം എന്താണ്? ഈ ഡിസ്റ്റൻസും ആറാണ്, ഈ ഡിസ്റ്റൻസും ആറുമാണ്. ഇത് യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റാണ്, തിൻ ഷീറ്റുമാണ്. അപ്പോൾ എന്ത് പറ്റും? രണ്ടിൻ്റെയും ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പിയിലെയും അതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റായിട്ട് 6 ഡിസ്റ്റൻസ് മാറിയുള്ള വേറൊരു ഏരിയയാണ് ഇത്. അവിടുത്തെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിൽ ബി സെയിം. അതുകൊണ്ടാണ് നമ്മൾ രണ്ടിടത്തും ഈ തന്നെ എടുക്കുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫൈ വിൽ ബി ഈക്വൽ ടു എന്താണ്? വാട്ട് ഈസ് തീറ്റ? ഇവിടുത്തെ കേസിൽ തീറ്റ ഏതാണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അതാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അതാണ്. ഇലക്ട്രിക് ഏരിയയുടെ ഡയറക്ഷനും ഇത് തന്നെയാണ്. സോ തീറ്റ ഈസ് 0. ഇനി ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്. മനസ്സിലായി? ഇവിടെയാണ് ഷീറ്റ് വെച്ചേക്കണം, ഒത്തു നടവില്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഇതിലെയാണ്, അതിൻ്റെ ഏരിയയുടെ ഡയറക്ഷനും ഇതാണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് കേസിലും തീറ്റ ഈസ് ഈക്വൽ ടു 0. സോ ഹിയർ തീറ്റ ഈസ് ഈക്വൽ ടു 0. ദ ഫൈ വിൽ ബി ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡി എസ് പ്ലസ് സർഫസ് ഇൻറ്റഗ്രൽ EDS is equal to 2 into surface integral EDS plus EDS, surface integral EDS. That will be equal to 2 into E is uniform. കാര്യം എന്താണ്? ഇത് ഇൻഫിനിറ്റ് പ്ലേറ്റ് ആണ്, അത്രയും വലിയ സൈസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 6 ഡിസ്റ്റൻസിൽ എപ്പോഴും യൂണിഫോം ആയിരിക്കും. സോ വി ക്യാൻ ടേക്ക് E ഔട്ട്. ദാറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് അറ്റ് ദിസ് പോയിൻറ്റ്. സോ ഇൻറ്റു സർഫസ് ഇൻറ്റഗ്രൽ ഡി എസ്. വാട്ട് ഈസ് സർഫസ് ഇൻറ്റഗ്രൽ ഡി എസ്? ഇതെല്ലാം കൂടി ഈ ഏരിയ എല്ലാം കൂടി ചെറിയ ചെറിയ പീസായിട്ട് കൂട്ടിയെടുത്താൽ നമുക്ക് കിട്ടുന്ന ഏരിയ എത്രയായിരിക്കും? എ
that is equal to 2EA. So that is the total flux. Phi is equal to 2EA. Now ഇനിയാണ് ഗോസ് ലോ അപ്ലൈ ചെയ്യണം. ബൈ ഗോസ് ലോ phi is equal to Q by epsilon 0, where Q is the charge enclosed by the cylinder. ഈ സിലിണ്ടർ ഈ സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജാണ് ഏത് Q എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് കത്തിപ്പോയതായിട്ടാണ്, ഇങ്ങനെ തുളച്ച് ഇതിനകത്തോട്ട് പോയതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എത്രയായിരിക്കും? ഈ ഷീറ്റിൻ്റെ ഈ ഏരിയയിലുള്ള ചാർജ്, അതായത് ഇങ്ങനെ കടന്നു പോയി കഴിയാൻ നേരത്ത് ഈ ഏരിയയിലുള്ള ചാർജാണ് വെക്കണം. സോ ദാറ്റ് വിൽ ബി, അപ്പോൾ സിഗ്മയാണ്, ലെറ്റ് സിഗ്മ ബി ദ ചാർജ് ഡെൻസിറ്റി. സോ വാട്ട് വിൽ ബി Q? Q വിൽ ബി ഈക്വൽ ടു A ഇൻറ്റു സിഗ്മ. കാരണം ഈ ഏരിയയിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ദാറ്റ് വിൽ ബി സിഗ്മ ഇൻറ്റു യൂണിറ്റ് ഏരിയയിൽ സിഗ്മ. അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, A ഇൻറ്റു സിഗ്മ. സോ phi വിൽ ബി ഈക്വൽ ടു A സിഗ്മ ബൈ എപ്സിലോൺ 0. Phi is equal to 2EA. This is equation number 1 and this is equation number 2. ഇത് ഗോസ് ലോ ഉപയോഗിച്ചു. Now രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ രണ്ടിടത്തും phi തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. സോ വി വിൽ ഗെറ്റ് ഇക്വേറ്റിംഗ് 1 and 2. ഇക്വേഷൻ 1 ഉം 2 ഉം ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 2EA is equal to A sigma by epsilon 0. A and A will be cancelled. What will be E? നമ്മൾ ഈ പാടുപെട്ട മുഴുവൻ എന്തിനാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനാണ്, E കണ്ടുപിടിക്കാനാണ്. സോ E will be equal to sigma by 2 epsilon 0. This is the electric field intensity due to a infinitely uniformly charged plate of infinite size at a distance R. ഇതിനകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ R എന്ന് പറയുന്നൊരു ടേമേ വന്നിട്ടില്ല. മനസ്സിലായേ? അതായത് ഇൻഫിനിറ്റ് ലാർജ് ഷീറ്റിലാണെങ്കിൽ എല്ലായിടത്തും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡായിരിക്കും എന്നർത്ഥം. അതായത് ഈ വേസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് R. ഇവിടെ സിഗ്മ ബൈ എപ്സിലോൺ 0, സിഗ്മ ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ബൈ എപ്സിലോൺ 0. കാരണം ഏരിയ രണ്ടിടത്തും ക്യാൻസൽ ചെയ്ത് പോയി, ഏരിയ രണ്ടിടത്തും ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഈ ആറിന് യാതൊരു പ്രസക്തിയില്ലാതെ പോകുന്നു. മനസ്സിലായോ? കാരണം ഗോസ് ലോ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഈ ആറിനെ യാതൊരു പ്രസക്തിയില്ല. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ഇൻഫിനിറ്റ് സൈസ് വിച്ച് ഈസ് യൂണിഫോംലി ചാർജ്ഡ് വിത്ത് എ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, then E at all points will be equal to E by 2 epsilon 0. അത് അടുത്താണേലും കുറേ ദൂരെയാണേലും എല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സിഗ്മ ബൈ 2 epsilon 0 ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കപ്പാസിറ്റേഴ്സിന് നമുക്ക് പ്രയോജനമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തതെന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതും കൂടി എഴുതിയെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് ഡ്യൂ ടു 2 യൂണിഫോംലി ചാർജ്ഡ് പാരലൽ പ്ലേറ്റ്സ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഒരു പാരലൽ പ്ലേറ്റിൽ നിന്ന് R ഡിസ്റ്റൻസ് മാറിയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അത് എത്രയാണ് കിട്ടിയത്? സിഗ്മ ബൈ 2 epsilon 0 ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇനി പഠിക്കാൻ പോകുന്നത് രണ്ട് ചാർജ്ഡ് പാരലൽ പ്ലേറ്റ്സ് വെച്ചേക്കുന്നത്, യൂണിഫോംലി ചാർജ്ഡ് പാരലൽ പ്ലേറ്റ്സ്. ഇത് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്നത് രണ്ടെണ്ണം ഒരേപോലെ ചാർജ് ചെയ്തേക്കണം. പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും നെഗറ്റീവ്. അങ്ങനെ രണ്ട് ചാർജ്ഡ് പ്ലേറ്റ്സ് എടുത്തിട്ട് പല പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കാണുന്നത്. സോ ദിസ് ഈസ് ചാർജ്ഡ് പ്ലേറ്റ് ഓഫ് യൂണിഫോം infinite size and uniformly charged. So let sigma be the charge density of both the plates. തൽക്കാലം രണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡാണെന്ന് ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ പല പോയിന്റിലെ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം തന്നെ
ഈ ഒരു പോയിന്റിൽ ഇവിടെ എവിടെയെങ്കിലും ഉള്ള, അപ്പോൾ നമുക്കിതിന് 3 റീജിയൻ ഉണ്ട്. ഇങ്ങനെ 2 പ്ലേറ്റ്, 2 പാരലൽ പ്ലേറ്റുകൾ വെച്ചാൽ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറം, ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ നടുക്ക്, പിന്നെ മറ്റൊരു റീജിയൻ മറ്റേ സൈഡിൽ. സോ ലെറ്റ് us നെയിം ഇറ്റ് ആസ് റീജിയൻ 1, ദിസ് ഈസ് റീജിയൻ 2 ആൻഡ് ദിസ് ഈസ് റീജിയൻ 3. ഈ 3 പോയിന്റിൽ ഇതിൻ്റെ ഡിസ്റ്റൻസിനൊന്നും പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ 3 റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. See, what will be the electric field? Electric field at region 1. എത്രയായിരിക്കും? ഈ ഒരു പ്ലേറ്റ് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഈ ഒരു പ്ലേറ്റ്, ഇത് പ്ലേറ്റ് എ, ഇത് പ്ലേറ്റ് ബി. എ മാത്രം ചിന്തിക്കുക, പ്ലേറ്റ് എ മാത്രം ചിന്തിക്കുക. എ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? ഡ്യൂ ടു എ, ഇ എ വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും? σ/2ε0 അല്ലേ? ഈ ഒരു പ്ലേറ്റ് ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇ എന്ന് പറയുന്ന സിംഗിൾ പ്ലേറ്റ് ആണെങ്കിൽ σ/2ε0. ഇനി നിങ്ങൾ ഇതില്ലയെന്ന് വിചാരിക്കുക, അപ്പോൾ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും രണ്ടിൻ്റെയും. അപ്പോൾ ഇ ബി വിൽ ബി ഈക്വൽ ടു σ/2ε0. So what will be the total electric field? E will be equal to EA plus EB. കാര്യം എന്താ? രണ്ടിൻ്റെയും ഡയറക്ഷൻ ഒന്ന് തന്നെയാണ്. ഇയുടെ ഡയറക്ഷൻ ഇത് തന്നെയായിരിക്കും, ഇ ബിയുടെ ഡയറക്ഷനും ഇത് തന്നെയായിരിക്കും. സോ EA plus EB that will be equal to σ/ε0 2/2 plus σ/2ε0. That will be equal to σ/ε0. സോ ഈ റീജിയനിലെ ഇ വിൽ ബി ഈക്വൽ ടു σ/ε0. ഒരെണ്ണം കാരണം σ/2ε0, മറ്റേ കാരണം σ/2ε0. അത് രണ്ടും കൂടി കൂടുമ്പോൾ σ/ε0. നൗ വാട്ട് അബൌട്ട് റീജിയൻ 2? എഴുതിയെടുത്തോളൂ കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ. നൗ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് റീജിയൻ 2. റീജിയൻ 2 വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നം വരും അല്ലേ? എന്താണ്? റീജിയൻ 2-ലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ എത്രയായിരിക്കും? എയുടെ ഡയറക്ഷൻ ഇതായിരിക്കും, ഇ എ. ഇ ബിയുടെ ഡയറക്ഷൻ ഇതായിരിക്കും, ഇ ബി. അത് രണ്ടും ഓപ്പോസിറ്റാണ്, രണ്ടും പോസിറ്റീവ്ലി ചാർജ്ഡാണ്. അപ്പോൾ എന്താ പറ്റും? ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വേറൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ രണ്ടും പോസിറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് റീജിയൻ 2 വിൽ ബി ഈക്വൽ ടു ഇ എ വിൽ ബി ഈക്വൽ ടു σ/2ε0. വാട്ട് വിൽ ബി ഇ ബി? വാട്ട് വിൽ ബി ഇ ബി? ഇ ബി വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ്, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ ഇത് നെഗറ്റീവായിട്ട് എടുത്താൽ മൈനസ് ഓഫ് σ/2ε0. So what will be E? E will be equal to EA plus EB. That will be equal to σ/2ε0 plus minus of. അപ്പോൾ രണ്ടും കൂടി കിട്ടുമ്പോൾ മൈനസ് σ/2ε0. That will be equal to 0. So here the electric field intensity will be 0. What about the region 3? അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0 ആണ്. സോ നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് കിട്ടി റീജിയൻ 1 E is equal to σ/ε0. റീജിയൻ 2-ൽ E is equal to 0. ഇനി റീജിയൻ 3 എടുക്കാം. വാട്ട് വിൽ ബി അറ്റ് റീജിയൻ 3? റീജിയൻ 3-ലെ ഇയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതിൻ്റെ എയുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇത്, ബിയുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനോ ഇതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്ത് പറ്റും? ഇ എ വിൽ ബി ഈക്വൽ ടു σ/2ε0. ഇത് ഇ എ, ഇത് ഇ ബി, രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ എന്താണ്? ഇ എ പ്ലസ് ഇ ബി ദാറ്റ് വിൽ ബി ഈക്വൽ ടു
sigma by epsilon 0 plus sigma by epsilon 0, that will be equal by 2 epsilon 0, that will be equal to sigma by epsilon 0. So region 3 E will be equal to sigma by epsilon 0. അപ്പോൾ ഇതൊന്ന് വരച്ച് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഇതിലും കിട്ടി. റീജിയൻ 1 സിഗ്മ ബൈ എപ്സിലോൺ 0, റീജിയൻ 2 0 ആയിപ്പോയി, റീജിയൻ 3 സിഗ്മ ബൈ എപ്സിലോൺ 0. നൗ ലെറ്റ് us consider a special case. ഇനി ഒരു സ്പെഷ്യൽ കേസ് എടുക്കുക. അതാണ് കപ്പാസിറ്റേഴ്സിൻ്റെ കേസിൽ വരുന്നത് സ്പെഷ്യൽ കേസ്. Let plate A be positive. Plate A positive ആണ് with the charge density plus sigma. ഇനി let plate B be negative with the same charge density. Minus sigma. ഇനി ഇമാജിൻ ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന പ്ലേറ്റ് പോസിറ്റീവ്, ബി എന്ന് പറയുന്ന പ്ലേറ്റ് നെഗറ്റീവാണ്, പക്ഷേ ചാർജ് ഡെൻസിറ്റി സെയിം ആണ്. ഇതിൽ 10 കൂളംബ് ചാർജ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് -10 കൂളംബ് ചാർജാണ് എന്നർത്ഥം. So this is minus now, uniformly charged with a sigma. അങ്ങനെയാണെങ്കിൽ ഇതാണ് റീജിയൻ 1. What will be electric field intensity at region 1? E will be equal to സിഗ്മ ബൈ എയുടെ എത്രയായിരിക്കും? സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഇ എ. ഇ ബിയോ മൈനസ് ഓഫ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പോൾ വാട്ട് വിൽ ബി ഇ ഇൻ റീജിയൻ 1? E1 വിൽ ബി ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 പ്ലസ് മൈനസ് ഓഫ് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇവിടെ ഇ ബി എന്ന് പറയുന്ന മൈനസ് ആയിപ്പോയി, മൈനസ് സിഗ്മയാണ്. So that will be equal to 0. അപ്പോൾ റീജിയൻ 1 ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 0. ഇനി റീജിയൻ 2 ഇത് റീജിയൻ 1. ഞാൻ എഴുതുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ എഴുതി നോട്ട് ചെയ്തുകൊണ്ട് പോയിക്കോളാം. Now what about region 2? റീജിയൻ 2യുടെ കേസ് എടുക്കാം. What will be EA? EA will be equal to sigma by epsilon 0 direction. ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായി. ഈ ബി വിൽ ബി ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 കേട്ടോ, സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഈ ബി എത്രയായിരിക്കും? ഡയറക്ഷൻ അങ്ങോട്ട് തന്നെ ആയതുകൊണ്ടും നെഗറ്റീവ് ആയതുകൊണ്ടും മൈനസ് ഓഫ് സിഗ്മ ബൈ മൈനസ് ഇൻറ്റു മൈനസ് വിൽ ബിക്കം പ്ലസ്. അതായത് മൈനസ് ഓഫ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് തന്നെ ധരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ മൈനസ് ഓഫ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 അല്ലേ ആകേണ്ടത്. പക്ഷേ ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് ആണ്. സോ ദിസ് വിൽ ബിക്കം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. സോ ഇ ബി വിൽ ബി ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. So what will be E? E will be equal to sigma by 2 epsilon 0 plus sigma by 2 epsilon 0, that is sigma by epsilon 0. ഇത് റീജിയൻ 2. റീജിയൻ 2. അപ്പോൾ നമുക്ക് റീജിയൻ 1 0, റീജിയൻ 2 സിഗ്മ ബൈ എപ്സിലോൺ 0. റീജിയൻ 3 റീജിയൻ 3 EA will be equal to sigma by 2 epsilon 0. EBO
ഇ ബി വിൽ ബി ഈക്വൽ ടു, അത് ഈ ഡയറക്ഷനാണ്, ഇ ബിയുടെ ഡയറക്ഷൻ മാറിയപ്പോൾ അങ്ങോട്ടാണ്, നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. സോ സിഗ്മ ബൈ 2 എപ്സിലോൺ 0, ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ്, സോ മൈനസ് സിഗ്മ ബൈ എപ്സിലോൺ 0, അല്ലെങ്കിൽ സിഗ്മയ്ക്ക് തന്നെ മൈനസ് ഇട്ട് കൊടുത്താലും മതി. സോ ഇ വിൽ ബി ഈക്വൽ ടു ഇ എ പ്ലസ് ഇ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 മൈനസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ കേസിൽ എന്ത് പറ്റി? ഈ കേസിൽ നമുക്ക് കിട്ടിയത് സ്പെഷ്യൽ കേസിൽ പ്ലേറ്റ്സ് ചാർജ്ഡ് വിത്ത് ഓപ്പോസിറ്റ് ചാർജസ്. ഈക്വൽ ഓപ്പോസിറ്റ് ചാർജസ്. ഈക്വൽ ഓപ്പോസിറ്റ് ചാർജസ് പ്ലേറ്റ് വെച്ചപ്പോൾ റീജിയൻ E1 ഇസ് ഈക്വൽ ടു 0, E3 ഇസ് ഈക്വൽ ടു 0, E2 വിൽ ബി ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി കപ്പാസിറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ പറയും പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് പഠിക്കുമ്പോഴാണ് നമുക്ക് വരുന്നത്. ഇതിനെയാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. രണ്ട് ഷീറ്റ് യൂണിഫോംലി ചാർജ് ഓപ്പോസിറ്റ് ചാർജ് പ്ലേറ്റ്സ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ദാറ്റ് വി കോൾ ഇറ്റ് ആസ് കപ്പാസിറ്റേഴ്സ്. അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ദർ വിൽ ബി എ ഇലക്ട്രിക് ഫീൽഡ്. ഒറ്റ ചാർജാണ്, ഒരേ ചാർജാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് റീജിയൻ 2. പക്ഷേ ഓപ്പോസിറ്റ്ലി ചാർജ് ആകുമ്പോൾ മറ്റ് പുറത്തൊക്കെ ഇലക്ട്രിക് ഫീൽഡ് 0 ആവുകയും ചെയ്യും, ഈ ഇതിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുകയും ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0 വേർ സിഗ്മ ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ആ പ്രോബ്ലത്തിന് ശേഷം നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കും, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും പിന്നെ കപ്പാസിറ്റേഴ്സും. അപ്പോൾ കപ്പാസിറ്റേഴ്സ് വരുമ്പോൾ ഈ E2 വലിയ പ്രസക്തിയുണ്ട്. ഇതിനുള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് രണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്നായിരിക്കും, ദാറ്റ് വിൽ ബി സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അതിലേക്ക് കിടക്കാം, പ്രോബ്ലംസിലേക്ക് കിടക്കാം. അതിന് ശേഷം നമുക്ക് പൊട്ടൻഷ്യലും കപ്പാസിറ്റേഴ്സ്, അതോടുകൂടി ഇലക്ട്രോസ്റ്റാറ്റിക്സ് തീരുകയാണ്. ഓക്കെ, താങ്ക് യു.